ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് ഫാനിലാണ് ഞാൻ തുടങ്ങിയത്. എന്ത് ചൂട്! എൻ്റെ ഒരു പച്ചവെള്ളം ഒരു തണുത്ത വെള്ളത്തായത്തിന് പിന്നെ ഭയങ്കര എന്തെങ്കിലും നല്ല നിസ്കരിച്ച് ഓതി രാവിലെ പണിക്ക് പോയി. പിന്നെ രാവിലെ ഉറങ്ങിയിട്ടെല്ലാം എണിച്ച് അങ്ങനെ ഞാൻ പോകാൻ കഴിഞ്ഞ് നല്ല സെറ്റായി. ഇതിന് നാട്ടിലത്തെ ഒരേ ഒരു ബസ് അതും പോയി. അപ്പോൾ ഞാനും അതിൻ്റെ ബാക്കിൽ നിന്ന് പോയി ഷോപ്പിലെത്തി. ചൂട് എന്ത് ചൂടറിയോ പുറത്തേക്ക്. നമുക്കിവിടെ എത്തിയിട്ടാകുമ്പോൾ എ സി എന്നാണ്ട് അറിയുന്നേയില്ല. നല്ല തണുപ്പുണ്ട്. പാപ്പ പുറത്ത് പണിയെടുക്കുന്ന ഇച്ച ഉപ്പാവും മാണ്ടൊക്കെ എനിക്ക് കഷ്ടമല്ല. പാപ്പല എല്ലാവരും അതൊക്കെ കാക്കട്ടെ. അവർക്കെല്ലാം എല്ലാ ദീർഘായ സാഫ്യത്ത് ആരോഗ്യം കൊടുക്കട്ടെ. നമ്മൾ നല്ലോണം ചൂടുണ്ടപ്പാ. കുറച്ച് എസി വന്നത്ര എന്ത് എനിക്ക് നമുക്കിവിടെ രാവിലെ മുതൽ 6 മണിയോളം എ സിയിൽ നിൽക്കുന്നുണ്ട്. എന്തറിയില്ല, ആകെ പുറത്തേക്ക് ഇങ്ങനെ ചെല്ലിയെങ്കിൽ ബാത്റൂമിലേക്കും നിസ്കരിക്കാൻ, അല്ലാതെ വേറെ എന്തിനും പുറത്തേക്കില്ല. പാപ്പ എല്ലാവരും കാക്കട്ടെപ്പാ. അല്ലെങ്കിൽ എപ്പോൾ ഒരു ചങ്ങായി ഉണ്ടാകും ഇവിടെ, എലിക്കൊട്ടൻ ഇല്ല. നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലം ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് കാര്യമായി. ഫസ്റ്റ് വന്ന് എല്ലാവരും തേക്കും. ഞാനും പോയി കാണിച്ചു ചിരിക്കണ്ടാരോ. രാവിലെ ഭയങ്കര തള്ളലാണ് വീടുണ്ടോ അറിയല്ലോ. മുടിയല്ല നേരാക്കുന്നുണ്ടേ. കൊറേ നിങ്ങൾ കാണാത്ത എല്ലാവരും പറയുന്നുണ്ട്. എന്ത് കഥ ചെല്ലു സുഖ രാജിയുണ്ട്, ഷാൻഡി ഉണ്ട്, എല്ലാവരും നിന്നെ പറയുന്നുണ്ട്. ആ ശുദ്ധ പെണ്ണാരും ചേച്ചി ഞാനാണ്. അവള് ശരിക്കും തെക്കില്ലേ, തെക്കില് എന്താ സ്ഥലത്തിന്റെ പേര്, തെക്കില്ലേ. എന്നിട്ട് അവളെ ബിസി നോക്കറോ. നിങ്ങൾ പറയും കോഴിക്കോടും ഇല്ല ചെയ്യുന്നില്ല. അങ്ങനെ നമ്മക്കൊണ്ട് ഈ ഷോപ്പിലത്തെ ഇത്ര ചീലുള്ള മിറർ ആര് തോർത്തുന്നറിയോ? അപ്പ മിറർ നോക്കി അത് പൊളിച്ചത് ഞാനല്ല, അത് ഉച്ച എന്താക്കിയ അങ്ങനെ. ഇത് നമ്മളെ നിങ്ങൾ ചോദിച്ചിന് ആരത് നല്ല ചേലുണ്ടല്ലോ. ഞങ്ങൾക്ക് ലീവ് ആക്കി ഈ മാസം 2 ലീവ്. 2 ലീവ്. നിന്റെ എന്താ അഭിപ്രായം? വലിയ നോക്കുന്നുണ്ട് എന്ത് നേരെയല്ല. അല്ല നിങ്ങറിയോ എല്ലി നോക്കിയാൽ കൈപ്പോയി ഞങ്ങൾക്കെന്നാ അഭിപ്രായം പറയൂ. നിന്റെ അഭിപ്രായം അതല്ല പോയി വെറുതെ ബേജറൊക്കെ ഉണ്ടോ? നിന്റെ എന്താ അഭിപ്രായം? ഭരതേട്ടൻ പെട്ടിടുന്നുണ്ടേ മിറർ പൊട്ടിച്ചാ. എന്നിട്ട് ഈ അജിത്തേട്ടൻ എപ്പോ വണ്ടി ഓടുന്ന എന്നിട്ട് ഇയാൾക്ക് സന്തോഷം സന്തോഷമായി ബാഗ് ഇങ്ങനെ പൊട്ടി പൊട്ടി ചിരിക്കുന്നുണ്ട്. ഹരിക്ക് ഫൈനായി. പിന്നെ ഗൈസ് ഇതെൻ്റെ വണ്ടിയുണ്ട്, കുറച്ചെന്തെങ്കിലും സെറ്റാക്കാനുണ്ടായി. അങ്ങനെ ഞാൻ ഓഫ് ചെയ്തോ പോയി അക്ഷയക്കെല്ലാം പോയിട്ട് ആർസിൻ്റെ കുറച്ചെന്തെങ്കിലും പണിയുണ്ടായി. അതെല്ലാം റെഡിയാക്കിയിട്ട് വന്നു. എന്നിട്ട് നേരെ നിസ്കരിക്കാൻ വേണ്ടി കുറച്ച് ആൾ എന്നിട്ട് പെരുക്കെത്തി നോമ്പ് തുറന്ന് പഠിപ്പിക്കുന്ന ചെല്ലിട്ട് എല്ലാ ഉമ്മമാർക്കും അങ്ങനെ നല്ല മാഞ്ചി കാച്ചതും സാമ്പാറും എൻ്റെ സ്വന്തം അച്ചാറും കൊട്ടി ചോറായ കൊണ്ട് എനിക്ക് സന്തോഷമായി. ഇവിടെ ചോറ് വെക്കലേ ഇല്ല. ഞാൻ മുട്ടക്കറി വെച്ചാണ് ചോറ് വെച്ചത്, ഇല്ലെങ്കിൽ ചോറ് എന്ത് വെക്കില്ല. അങ്ങനെ സന്തോഷമായി എനിക്ക്. അങ്ങനെ ചോറും വെച്ചിട്ട് സെറ്റായി. എന്താ പിന്നെ നീ എന്തെടുത്തിനാ മുകളിൽ കീർത്തി വന്നിട്ട് അതും കൂടി കുടിച്ചിട്ട് എന്തടേ ശേഷി. അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ബൈ 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 ബൈ.